വളരെ വ്യത്യസ്തമായ ഒരു ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലുതായി കട്ട് ചെയ്തെടുത്തത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തൈര് ഇതൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും മതിയെ. ഒരു 6 വലിയ ചുവന്നുള്ളി തിന്നായി കട്ട് ചെയ്ത് എടുത്ത് ഓയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു കരിഞ്ഞ മണം വരും കേട്ടോ. ഇതാ ലൈറ്റായി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഓയിലിൽ തന്നെ കുറച്ച് കിസ്മിസും കാഷ്നട്ട് കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതേ ഓയിലിൽ നമുക്ക് ഈ ചിക്കന് കൂടി മാഗ്നേറ്റ് ചെയ്ത് എടുത്ത ചിക്കന് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട, കൂടുതൽ പണിയുമില്ല. വളരെ വെറൈറ്റിയാണ്, ടേസ്റ്റിയും ആണ്. കുറച്ച് തേങ്ങ, അതായത് ഒരു 1/4 കപ്പ് തേങ്ങ മതി. മുറിച്ചെടുത്ത് ചുവന്നുള്ളിയും കുറച്ചധികം മല്ലിയിലയും കുറച്ച് പുതിനയിലയും ആവശ്യമുള്ള പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ പെരിഞ്ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. വലിയ ജീരകമില്ല, പെരിഞ്ജീരകം, അത് 2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചിപ്പൊടിയാണ്, ഇഞ്ചി പൗഡറാണ്. അതേപോലെ ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. 1/4 ടീസ്പൂൺ. ഇതിൻ്റെ മണം കൂടുതൽ വരും, അതുകൊണ്ട് ചെറിയൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിൽ ഈ കസ്കസിലെ പണ്ടുള്ളവർ ചേർക്കുന്ന കസ്കസ് തേങ്ങയിൽ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ്. അതെൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇല്ലാത്തത് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ചെറിയ തക്കാളി മതി, 2 എണ്ണം, 2 പീസ് തക്കാളി, 2 പീസല്ല 2 എണ്ണം കേട്ടോ. അരച്ചെടുത്ത കൂട്ടുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ബിരിയാണിയാണ്. കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. തലേ ദിവസം ഉണ്ടാക്കി വെച്ച ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മസാലയാണിത്. ഇതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ ബാക്കി വന്ന മസാലയാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. ഇതിന് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഒരു വെറൈറ്റിയാണ്, വളരെ ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയോ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേണ്ടി ഞാൻ ചോറിന് വേണ്ടി അഷ്റഫ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നല്ല ഒരു ബിരിയാണി റൈസാണ്. കണ്ണൂർ ജില്ലക്കാർക്ക് ഇത് സുലഭമായി കിട്ടുന്ന ഒരു അരിയാണ് അഷ്റഫ് അരി കേട്ടോ. ഇതാണ് ബിരിയാണിക്ക് ഏറ്റവും അനുയോജ്യമായ അരിയും കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. മസാല റെഡിയാക്കി ചോറ് കൂടി റെഡിയാക്കി എടുത്ത് നമുക്ക് ചോറ് കൂടി റെഡിയായതിന് ശേഷം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ മസാല ഇട്ട് കൊടുത്ത് മീതെ നമുക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി ഗാർണിഷ് ചെയ്തെടുക്കാം. ബാക്കി വന്ന മുറിച്ചെടുത്ത ഉള്ളിയില്ല, അതും കിസ്മിസും അതേപോലെ കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഫോയിലൊക്കെ ഇട്ട് നമ്മൾ ഈ ദമ്മിടുന്ന പോലെ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് പറയാൻ കഴിയില്ല. പണ്ടുള്ളവരൊക്കെ നമ്മുടെ ഉമ്മയുടെ കാലത്തൊക്കെ ഈ തേങ്ങ അരച്ചാണ് ബിരിയാണി ഉണ്ടാക്കുക. ഈ കസ്കസൊക്കെ ഇട്ട് തേങ്ങ അരച്ച്, കുറച്ച് തേങ്ങ മതി കേട്ടോ. ഒരു 1/4 കപ്പ് തേങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, കൂടുതലാവാൻ പാടില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു.